നമസ്കാരം. 3 പ്രബലർ ഒരേപോലെ വിഹരിച്ച പ്രദേശത്തിന്റെ ആധിപത്യം ഇനി ചക്കക്കൊമ്പന് മാത്രം. അരിക്കൊമ്പൻ നാടുകടത്തപ്പെടുകയും ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് മുറിവാലൻ ചരിയുകയും ചെയ്തതോടെയാണ് പ്രദേശത്ത് ചക്കക്കൊമ്പൻ തനിച്ചായത്. 45 വയസ്സുള്ള മുറിവാലൻ കൊമ്പനായിരുന്നു ഇതുവരെ ചിന്നക്കനാൽ മേഖലയിലെ ഏറ്റവും പ്രായം കൂടിയ കാട്ടാന. മുറിവാലൻ കൊമ്പനും ചരിഞ്ഞതോടെ പൂർണ്ണ ആധിപത്യം ലഭിച്ച ചക്കക്കൊമ്പൻ കൂടുതൽ അപകടകാരിയാകാൻ ഇടയില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ചക്കക്കൊമ്പനോടുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചെറിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറവ് ചെയ്തു. കരളിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ചക്കക്കൊമ്പന്റെ നീണ്ട കൊമ്പുകൾ ആഴ്ന്നിറങ്ങിയാണ് മുറിവാലന്റെ ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ പരിക്കേറ്റത്. ഇതുകൂടാതെ വാരിയെല്ലുകൾക്കും പൊട്ടലുണ്ടായിട്ടുണ്ട്. ഈ വർഷം ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ 3 ജീവനുകളാണ് നഷ്ടമായത്. 2 കാട്ടാനകളും ഒരു മനുഷ്യനും. മുറിവാലൻ കൊമ്പന് പുറമെ കഴിഞ്ഞ ജൂണിൽ ഒരു കുട്ടിക്കൊമ്പനെയും ചക്കക്കൊമ്പൻ എന്ന കാട്ടാന വകവരുത്തിയിരുന്നു. കഴിഞ്ഞ ജനുവരി 22-ന് BL റാം സ്വദേശിയായ വെള്ളക്കല്ലിൽ സൗന്ദരരാജൻ എന്ന 68-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജനുവരി 26-നാണ് സൗന്ദരരാജൻ മരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് മുറിവാലന്റെ മരണത്തിന് കാരണമായി ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലുണ്ടായത്. ഇതുകൂടാതെ മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിൽ നിന്ന് 20 പെല്ലറ്റുകൾ കണ്ടെത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതിൽ 19 പെല്ലറ്റുകളും 12 ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്നവയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വന്യജീവികളെ തുരത്താനായി വനംവകുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് 12 ബോർ ആക്ഷൻ തോക്കുകൾ. എന്നാൽ ദേവികുളം റേഞ്ചിൽ 4 12 ബോർ തോക്കുകൾ ഉണ്ടെങ്കിലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. മുറിവാലന്റെ ശരീരത്തിലുള്ള പെല്ലറ്റുകൾ എയർഗൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതാകാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഈ പെല്ലറ്റുകളൊന്നും ആനയുടെ ആന്തരിക അവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ളവയല്ലെന്നും വിദഗ്ധർ വിശദീകരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ചിന്നക്കനാൽ 60 ഏക്കറിന് സമീപമുള്ള ചോലയിലാണ് മുറിവാലൻ കൊമ്പന്റെ ജഡം മറവ് ചെയ്തത്. മുറിവാലൻ കൊമ്പന്റെ ജഡം സംസ്കരിക്കുന്നതിന് മുൻപ് തദ്ദേശീയരായ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ടവർ ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി.